ഹലോ, എല്ലാവർക്കും ശ്രീദേവി കൊമ്പിളി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇഡലിയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ജോലി ഭാരവും നമുക്ക് കൂടത്തില്ല. എല്ലാം നമുക്ക് സിമ്പിളായിട്ട് നല്ല ആസ്വദിച്ച് ചെയ്താൽ നമുക്ക് ജോലി തന്നെ വളരെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്നിപ്പോൾ ഇഡലിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക, കോരി ഒഴിച്ചുണ്ടാക്കാൻ പറ്റും. പിന്നെ പകുതി ജോലികൾ നമ്മൾ രാത്രി തന്നെയൊക്കെ ഒരുമാതിരിയൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് ജോലി ചെയ്യാനും എളുപ്പമാണ്. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ തലേദിവസം തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാകണം, എന്തൊക്കെ നാളെ ചെയ്യും, തോരൻ എന്താണ്, കറി എന്ത് വെക്കണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകണം. എന്നാൽ പിന്നെ നമുക്ക് പണികളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, തോരനൊക്കെ അരിയാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാവിലത്തെ കുക്കിംഗ്, അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ തന്നെ നമുക്ക് അരിഞ്ഞു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി അതല്ല, സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇത് അരിഞ്ഞു വെക്കലും ഒന്നും നടക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തലേദിവസമൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ തലേദിവസം തന്നെ മെയിനായിട്ട് നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എല്ലാം ഇരട്ടിപ്പാടായിരിക്കും. അപ്പം നല്ല ക്ലീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീരും. അപ്പോൾ ഒരിക്കലും രാവിലെ എണീച്ചിട്ട് പാത്രങ്ങളൊന്നും കഴുകാൻ നിൽക്കരുത്. എല്ലാം തലേദിവസമൊക്കെ റെഡിയാക്കി അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ടേക്കണം. പിന്നെ ഉള്ളിയൊക്കെ അങ്ങനെ പൊളിക്കാനൊക്കെ പിന്നെ അന്നേരം ടൈമില്ലെങ്കിലൊക്കെ തലേദിവസമൊക്കെ വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ പൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ അതൊക്കെയാണല്ലോ നമുക്ക് ഉള്ളി പൊളിച്ചൊക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ സമയമൊക്കെ ഒത്തിരി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ദീപ്പ് ഇഡലിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കുക്കിങ്ങൊക്കെ ഞാനപ്പോൾ തലേദിവസം ഒന്നും അരിഞ്ഞു വെച്ചിട്ടില്ല. ഇപ്പം കുക്കിംഗ്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഇഡലിയായി. 2 ട്രിപ്പ് വെച്ചാൽ മതി ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും എല്ലാവരും ഇഡലി കഴിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 2 ട്രിപ്പായിട്ട് വെക്കണം. അവർക്കും കൂടിയുള്ള വെക്കുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇഡലി വിട്ട് കിട്ടുമെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ തന്നെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചൂട് മാറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതേ ആദ്യത്തെ ട്രിപ്പ് ഇഡലിയൊക്കെ എടുത്ത് പിന്നെ രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം തന്നെ പണികളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങ് എടുത്ത് വെക്കാം. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഒരു തുണി കൊണ്ട് തുടച്ച് ഒക്കെ റെഡിയാക്കിയിട്ടാൽ നമ്മുടെ പിന്നെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം തന്നെ എല്ലാം റെഡിയാക്കി ഇടുക. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇനി എനിക്ക് കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പം ഞാൻ ഈ പറയണ പോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്ത് തന്നെ തലേദിവസം ചിലപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം തലേദിവസമൊക്കെ അരിഞ്ഞു വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കാറുള്ളൂ. ഇതിപ്പം
ഇനിയിപ്പം ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റൈസ് കുക്കറിൽ എടുത്ത് വെക്കുക ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോകുന്നില്ല. ഇപ്പം നമുക്ക് പോകാൻ മേല. അപ്പം അതുകൊണ്ട് കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയുള്ള ജോലികളൊക്കെ രാവിലെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് കയറത്തുള്ളൂ. ഇപ്പം അതേ ചമ്മന്തി റെഡിയായി. അപ്പം ചമ്മന്തി ഞാൻ ഇതുപോലെ ചെറിയൊരു കാസറോളിലാണ് ഒഴിച്ച് വെക്കുന്നത്. അപ്പം നല്ല കഴിക്കാറാവുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളടുത്ത് നമ്മുടെ തോരൻ വെക്കാനാണ്. അപ്പം ഞാനൊരു പടവലങ്ങയും ക്യാരറ്റും കൂടി തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇഡലി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനപ്പോൾ എൻ്റെ തോരനും കൂടിയൊക്കെ റെഡിയാക്കണേണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും റെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ പിന്നെ ഫോണിൻ്റെ ചുവട്ടിലിരുന്ന് പിന്നെ വന്ന് ചെയ്ത് അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല. അപ്പം ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ തന്നെ നമ്മൾ എന്തായാലും കിച്ചണിൽ നിൽക്കണേണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ തോരൻ, ചാറ് എന്താണെന്ന് വെച്ചാൽ മീൻകറി എന്തൊക്കെയാണെങ്കിലും അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമുക്ക് ഒരു 10-10:30 ആകുമ്പോഴേക്കും നമുക്ക് ശരിക്കും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല സമയം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അല്ലാണ്ട് നമ്മളെപ്പോഴും പണിയായി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എന്തായാലും സമയം കിട്ടും. പിന്നെ നമുക്കിപ്പം അകമൊക്കെ അടിച്ച് വാരി തുടക്കവും പിടിക്കുകയോ അതൊക്കെ ചെയ്യണം. അതൊക്കെ നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷെ ഞാൻ ഇതങ്ങനെയല്ല കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വെളുപ്പിന് 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ എൻ്റെ വെളുപ്പിന് തന്നെ കഴിയും. എന്നിട്ടാണ് ഞാൻ കുളിക്കുന്നത്. കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. പിന്നെ ബാക്കി നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം പിന്നെ കുളി രാവിലെ ചെയ്യാത്തതുകൊണ്ട് പോരാത്തതിന് എനിക്ക് വയ്യാത്തതൊക്കെ കാരണം രാവിലെ കുളി കുറച്ച് ദിവസമായിട്ട് ഉപേക്ഷിച്ചേക്കണേണ്. എന്നാലും രാവിലെ എണീച്ച് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ തോരൻ അരിയുന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഞാൻ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് പോവും, തുണി ഒക്കെ എടുക്കും. അപ്പോൾ എല്ലാം ഈ ഒരേ സമയത്ത് തന്നെ നടക്കും. അപ്പോൾ പടവലങ്ങ നമ്മളിങ്ങനെ തോരൻ വെക്കുമ്പോൾ ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പടവലങ്ങ വെറുതെ വെച്ചുകൊണ്ടിരുന്ന കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരു ക്യാരറ്റും കൂടി ഇട്ട് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ പടവലങ്ങ തോരനും ക്യാരറ്റും കൂടെയുള്ള തോരനും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിൽ നിൽക്കണ ടൈമാണല്ലോ. അപ്പോൾ അതും കൂടി അങ്ങ് റെഡിയാക്കണേണ്. പിന്നെ ഒരു ചക്കക്കുരു മാങ്ങയും കൂടി ഒരു ചാറ് കറി. അപ്പം ഞാനത് കുക്കറിൽ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതേ ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ ലാസ്റ്റാണ് ഞാനെപ്പോഴും തേങ്ങ ഇടുള്ളൂ. അപ്പോൾ നമ്മുടെ തോരൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ഞാൻ തോരൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം. അപ്പം അത് ഒന്ന് വേവിച്ചിട്ട് വെച്ചായിരുന്നു. പിന്നെ ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കുമ്പളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ആ സമയത്ത് നമുക്ക് നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കക്കുരു മാങ്ങയും കറിയുണ്ട്, പടവലങ്ങ തോരനുണ്ട്. അപ്പം നോയമ്പ് കാരണം നമുക്ക് ഇനിയൊരു പപ്പടം വറക്കണം, അതൊക്കെയുള്ള കറികൾ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയമുണ്ടല്ലോ, അപ്പം ഞാൻ ഇതും കൂടി അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ അതേ നമ്മുടെ ചക്കയൊക്കെ ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ചക്ക വേവിച്ചത് മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയും, ഞാനിത് ജീരകത്തിൻ്റെ പൊടിയാണേ, അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് കല്ലിലിടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏലക്കയുടെ തൊണ്ടൊക്കെ പൊളിഞ്ഞ് വരുമ്പോൾ പിന്നെ ബാക്കി നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ച് ചേർക്കണം. അപ്പോൾ ഇത് നമ്മുടെ പ്ലാവിൽ നിന്ന് തന്നെ നമ്മുടെ ഇതുണ്ടായതാണ്. അപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ചക്ക കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാ, എവിടെ നിന്നെങ്കിലും കിട്ടണം. അപ്പോൾ ഇത് ഇച്ചിരി അരിപ്പൊടിയാണ്. അപ്പോൾ ചിലവർ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കും, പക്ഷേ എനിക്കിഷ്ടം അരിപ്പൊടിയിലും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പാവ് കാച്ചി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നു. അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമാണേ, അപ്പം അത് കാരണം നമുക്ക് ഈ ശർക്കര കുറച്ച് ചേർത്താൽ മതി പാവ്. പിന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നല്ല അന്നേരം ഉണ്ടാക്കുമ്പോൾ നല്ല പൊങ്ങിയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി പൊടി വേണമായിരുന്നേ. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കുമായിരുന്നു, അപ്പോൾ നമുക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ഇത് ലൂസായിട്ട് മാവ് ലൂസായിട്ടിരുന്നാലേ ഉള്ളൂ നമുക്ക് നല്ല നമ്മുടെ കുമ്പിളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതെന്താ വഴനയില അതിൽ ഉണ്ടാക്കിയാലാണ് നല്ല ഒരു കറുകപ്പട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് സമയത്ത് വാഴയില ഉണ്ടാക്കിയാൽ നമുക്ക് അത്രയ്ക്കൊരു അങ്ങോട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാഴയില ഉണ്ടാക്കിയത് ഈ ഇല കിട്ടിയില്ലായിരുന്നു, പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നില്ല. നമ്മൾ വാഴയില ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. അപ്പം ഞാനിങ്ങനെ ചക്ക അധികം കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട്, ഞങ്ങളുടെ വരിക്കച്ചക്കയാണേ, അപ്പം വേവിച്ച് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് കുറേ ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു കുമ്പളൊക്കെ തിന്നാൻ തോന്നുമ്പോൾ അത് നമുക്ക് എടുത്താൽ മതിയല്ലോ. അല്ലാണ്ട് നമ്മൾ ഒരു ചക്ക ഇപ്പോൾ കിട്ടുമ്പോൾ മുഴുവനാട് നമ്മൾ എന്തായാലും കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് പരിപാടി കുറച്ച് തേങ്ങ, അത് ഞാൻ നേരത്തെ ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് പരിപാടി അതും കൂടി ഒന്ന് ചേർക്കണം. അപ്പോൾ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കുഴക്കാം കേട്ടോ. ഞാനപ്പം ഒരു ഇതുകൊണ്ട് കുഴച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഈ ഇലയിലാണ് ഇത് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ അതേ മാവൊക്കെ നല്ല പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലയിലോട്ടൊന്ന് ഇത്തിരി ലൂസായിപ്പോയി മാവ് ഇന്ന്, പക്ഷേ ലൂസായി പോയാലും നല്ല സോഫ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ കുമ്പിൾ കുത്തി അങ്ങോട്ട് വെക്കണം.
അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഇതിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഈ ഇലയിൽ തന്നെ ഉണ്ടാക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച്, എന്നിട്ട് പിന്നെ ഞാനൊരു തക്കാളിക്കറി ഉണ്ടാക്കണേന് വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്ക് ഒരു തക്കാളിക്കറിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണേ. ഇതിന് വേറെ ഒരു സാധനവും വേണ്ട. അത് നമുക്ക് തക്കാളിയും സവാളയും മാത്രം മതി. അല്ലാണ്ട് വേറെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി കറിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ഈ കറി. ഇവിടെ ചപ്പാത്തിക്ക് ഈ കറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ദോശക്കും ഒക്കെ നല്ല കറിയാണിത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദേ 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അതുപോലെ ഒരു പകുതി സവാള മതി. അപ്പോൾ ഈ സവാള കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് വഴറ്റി കളറൊന്നും മാറണ്ട. ഒന്ന് പച്ചമണം മാറണ വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം മുളക് പൊടി എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഒരു 1/2 സ്പൂൺ വെള്ളം ഇട്ടാൽ മതി. നല്ല ചുമന്നിരിക്കും ഈ കറി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി നല്ല പഴുത്തായിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ തക്കാളി എല്ലാം കൂടി അതിലോട്ട് കുടഞ്ഞിടണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടണം. പിന്നെ ഇതിലോട്ട് ഇടേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ നമ്മൾ തക്കാളി എന്തുമാത്രം ഉണ്ട് എന്നിട്ട് വേണം കുറച്ച് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഈ കറിയിൽ. പഞ്ചസാര ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. കണ്ടമാനോ അല്ല, കുറച്ച് പഞ്ചസാര ഇടണം. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കറിയാണ്. നല്ല ചൂട് ദോശയും ചൂട് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇവിടെ ഈ കറി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും വേണ്ട. ഓൺലി നമ്മുടെ സവാളയും തക്കാളിയും മാത്രം മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. അത് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണേ.
എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പോ മധുരം കുറവാണെങ്കിലൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പഞ്ചസാരയൊക്കെ ഒരു ഇച്ചിരി കുറവുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം കേട്ടോ, പച്ച തക്കാളി കൊണ്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയൊക്കെ ഇപ്പം ശരിക്കും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കറി നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കറിയൊക്കെ റെഡി. നല്ല കളർഫുൾ കറിയാണ് കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുമ്പിളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് വേണം തിന്നാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.